السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد فأوصيكم وإياي بتقوى الله. വെള്ളിയാഴ്ച ഖത്തീബിന് ഇമാമിന് പ്രത്യേകമായി വേഷവിധാനങ്ങളിൽ വല്ല സുന്നത്തുമുണ്ടോ എന്നാണ് ചോദ്യം. മറുപടി തീർച്ചയായിട്ടുമുണ്ട്. ഖത്തീബ് വേഷവിധാനങ്ങളെ കൊണ്ട് വളരെ ഭംഗിയാകൽ സുന്നത്താണ് എന്ന് ഫുഖാഹ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഖമീസ് നീളക്കുപ്പായം പ്രത്യേകം സുന്നത്താണ്. ഇമാമത്ത് വാലോടുകൂടെയുള്ള തലയിൽ കെട്ട് പ്രത്യേകം സുന്നത്താണ്. അതിൻ്റെ പുറമെ റിദാ ചുമലിൻ്റെ മേലെ ഒരു തട്ടം മുണ്ടിടൽ അതിപ്രധാന സുന്നത്താണ്. അതൊക്കെ കഴിഞ്ഞ് ത്വൈലസാൻ എന്ന തലയിക്കെട്ടിൻ്റെ മുകളിലൂടെ മറ്റൊരു വസ്ത്രവും സുന്നത്താണ്. റിദാവും ത്വൈലസാനും ഒന്നല്ല, രണ്ടും രണ്ടാണ്. അതൊക്കെ വേറെ വേറെ സുന്നത്തുമാണ്. ഈ കാര്യമൊക്കെ ബിഗയ്യത്തുൽ മുസ്തർഷിദീൻ 87, ഫതുഹുൽ മൊയിൻ 44, ഹാഷിയത്തുൽ ജമൽ 291 ഇവയിലൊക്കെ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. തൊപ്പിക്ക് ഈ ശ്രേഷ്ഠത, തലയെക്കെട്ടിൻ്റെ ശ്രേഷ്ഠത കിട്ടൂല. തലമറക്കുക എന്നുള്ള അസുലു സുന്നത്ത് തൊപ്പി കൊണ്ട് കിട്ടുമെങ്കിലും ചില കിതാബിലൊക്കെ തലയെക്കെട്ടിൻ്റെ അതേ മുറാദ് ഇമാമത്ത് കൊണ്ട് ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും തൊപ്പിക്കില്ലാത്ത ഒരുപാട് ശ്രേഷ്ഠതകളും സവിശേഷതകളും തലയിൽ കെട്ടിനുണ്ട്. അതുകൊണ്ട് ജുമാൻ്റെ ഖത്തീബും ഇമാമും ഒക്കെ തൊപ്പി പോരാ, തൊപ്പിൻ്റെ മേലെ വെറും ഒരു മുണ്ടിട്ടാൽ പോരാ, അത് തലയെക്കെട്ട് തന്നെ വേണം. അതിനൊക്കെ ഖത്തീബുമാർ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. ഈ വിഷയം ഫതാവൽ കുബറ 1-ാം വാള്യം 165-ാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, മിക്ക ആളുകളും കളറ് ഖമീസൊക്കെ ധരിക്കാറുണ്ട്. സൗദിയിൽ നിന്നോ മറ്റു അറബ് രാഷ്ട്രങ്ങളിൽ നിന്നോ കൊണ്ടുവന്ന പലവിധം ഖമീസുകൾ, കന്തുറകളൊക്കെ ധരിക്കാറുണ്ട്. പക്ഷേ വെള്ളയല്ലാത്തതൊന്നും ഖത്തീബിന് നന്നല്ല. കറുപ്പ് തീരെ നന്നല്ല. സനത് കിട്ടിയ കോട്ടാണെന്ന് പറഞ്ഞ് വെള്ളിയാഴ്ച ഖത്തീബുമാർ ഒരിക്കലും തന്നെ കറുത്ത കൂട്ട് ധരിക്കരുത്. അത് കറാഹത്താണ് എന്ന് പറഞ്ഞവരുമുണ്ട്. ഖിലാഫുൽ ഔലയാണെന്ന് തുഹഫത്തുൽ മുഹ്താജ് 2-ാം വാള്യം 475-ാം പേജിലുണ്ട്. എല്ലാം വെള്ളയാവണം. ജമീഉ സിയാബ്, എല്ലാ വസ്ത്രങ്ങളും. തലയിക്കെട്ടും ഒരിക്കലും തന്നെ കള്ളികളെ കൊണ്ടോ പുള്ളികളെ കൊണ്ടോ ഒരിക്കലും പാടില്ല. കള്ളി ടർക്കിയൊക്കെ തലയിൽ കെട്ടിയിട്ട് ഖുതുബ് ഖത്തീബുമാരുണ്ട്. അതൊക്കെ നല്ല സുന്നത്തിനോട് എതിരാണ്. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇയാനത്തു താലിബീനിലൊക്കെ ഈ കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുമുണ്ട്. ഒരു കാരണവശാലും വെള്ള വസ്ത്രങ്ങളല്ലാതെ, ഖമീസാവട്ടെ തലയിൽ കെട്ടാവട്ടെ, അതുപോലെ തന്നെയാണ് മങ്കിമിൽ ചുമലിലിടുന്ന റിദാവോ തലയിക്കെട്ടിൻ്റെ മേലെ ഇടുന്നതായ ത്വൈലസാനോ ഒന്നും വെള്ളയല്ലാത്തത് ആവുകയേ ചെയ്യരുത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ കറുത്ത തലയിക്കെട്ട് കെട്ടി എന്നുള്ളതിന് ഒരുപാട് വ്യാഖ്യാനങ്ങളും അത് ചില വഖായികളാണെന്നും അതുകൊണ്ട് അതൊരിക്കലും സുന്നത്താണ് എന്ന് വരുന്നില്ല എന്നും സാധാരണ ഇമാമുമാരും ഖത്തീബുമാരും ഒരിക്കലും അത് ചെയ്യരുത് എന്നും തന്നെ തുഹഫത്തുൽ മുഹ്താജ് 10-ാം വാള്യം 130-ാം പേജിൻ്റെ വിശദീകരണത്തിൽ നിന്ന് വ്യക്തമായും മനസ്സിലാക്കാം. അതുകൊണ്ട് ഖത്തീബുമാർ നിർബന്ധം എന്ന പോലെ വെള്ള വസ്ത്രങ്ങൾ ധരിക്കാനും ഈ വിഷയങ്ങൾ ശ്രദ്ധിക്കാനും സന്നദ്ധരാകണം. അള്ളാഹു നമുക്കൊക്കെ നാഫിയായ ഇൽമും നല്ല ബോധവും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. മഅൽ വസിയ്യത്തി ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.